വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥി അഭിമുഖങ്ങൾക്ക് പുതിയ അപ്പോയിൻമെൻറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ലോകമെമ്പാടുമുള്ള US എംബസികളോടും കോൺസുലേറ്റുകളോടും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവിടുകയുണ്ടായി. വിദേശ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയായിട്ടും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അപേക്ഷകർക്കും മീഡിയ വെറ്റിംഗ് വിപുലീകരിക്കുന്നതിന് മുന്നോടിയായി പുതിയ അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നിർത്തിവെക്കാനാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ എല്ലാ വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അപേക്ഷകർക്കും മീഡിയ വെറ്റിംഗ് വിപുലീകരിക്കുന്നതിൻ്റെ മുന്നോടിയായി പുതിയ അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നിർത്തിവെക്കാനാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ പേരിലുള്ള ഉത്തരവിൽ പറയുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ നിർദ്ദേശം വരുന്നതിന് മുൻപ് ഷെഡ്യൂൾ ചെയ്ത അഭിമുഖങ്ങളുമായി മുന്നോട്ട് പോകാൻ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും അനുമതിയുമുണ്ട്. എന്നാൽ പുതിയ അപ്പോയിൻമെൻറ്റുകളിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് വരെ നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം. അമേരിക്കയിൽ പഠനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന തീരുമാനമാണിത്. നേരത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം പ്രധാനമായും US മടങ്ങി വരുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഇസ്രയേൽ ഗാസ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്ക് മാത്രമായിരുന്നു ബാധകമായിരുന്നത്. എന്നാൽ പുതിയ നയം എല്ലാ വിദേശ വിദ്യാർത്ഥി അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ പരിശോധന നിർബന്ധമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗം പരിശോധിക്കുമെങ്കിലും ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉള്ളടക്കമാണ് വിസ നിരസിക്കപ്പെടാൻ കാരണമാകുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ അവ്യക്തത അപേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. വിസ പ്രക്രിയയിലുണ്ടായിരുന്ന കാലതാമസം 2025-26 അക്കാദമിക് വർഷത്തിൽ വിദ്യാർത്ഥികളുടെ പഠന പദ്ധതികളെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം. 2024 ഏകദേശം 4 ലക്ഷം വിദ്യാർത്ഥി വിസകളാണ് അമേരിക്ക നൽകിയിട്ടുള്ളത്. പെട്ടെന്നുള്ള ഈ നിർത്തിവെപ്പ് US ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഈ നയം മൂലമുണ്ടാകുന്ന സാമ്പത്തിക വെല്ലുവിളികൾ ചെറുതായിരിക്കില്ല. വിദേശ വിദ്യാർത്ഥികൾ US വിദ്യാഭ്യാസ വ്യവസായത്തിൻ്റെ $44 ബില്യൺ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം സംഭാവന ചെയ്യുന്നു എന്നാണ് കണക്ക്. ഇന്ത്യ, ചൈന, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ നയം പ്രത്യേകിച്ച് ബാധിക്കും. ഇന്ത്യയിൽ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾക്ക് സാധാരണയായി 2 മാസത്തിൽ താഴെ കാത്തിരിപ്പ് സമയം ഉണ്ടെങ്കിലും ചില എംബസികളിൽ ഇതിൽ കൂടുതലായേക്കാം. ഈ താൽക്കാലിക നിർത്തിവെപ്പ് വിസ പ്രക്രിയയിൽ കാലതാമസം വരുത്തുകയോ അല്ലെങ്കിൽ അപേക്ഷ തന്നെ പൂർണ്ണമായും നിരസിക്കപ്പെടുന്നതിനോ ഇടയാക്കിയേക്കാം. അതേസമയം ട്രംപിൻ്റെ ഈ നടപടി UK, കാനഡ, യൂറോപ്പ് യൂണിവേഴ്സിറ്റികൾക്ക് അവസരമാകുന്ന വിലയിരുത്തലും ശക്തമാണ്. അമേരിക്കയിലേക്ക് പഠന വിസ ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ പകരം മറ്റു രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി തിരിയാൻ സാധ്യതയുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയ വെറ്റിംഗിൻ്റെ മാനദണ്ഡങ്ങൾ ആര് നിർണ്ണയിക്കുമെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. ഇത് നയത്തിൻ്റെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളെ ശക്തമാക്കുന്നു. അതേസമയം US പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുപ്രധാന മുന്നറിയിപ്പാണ് അമേരിക്കൻ എംബസി നൽകുന്നത്. വിദേശ കുടിയേറ്റങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിയമങ്ങൾ കർശനമാക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികൾക്ക് സുപ്രധാന മുന്നറിയിപ്പ് എംബസി പുറപ്പെടുവിച്ചത്. അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ മുൻകൂട്ടി അറിയിക്കാതെ ക്ലാസുകൾ മുടക്കിയാൽ ഗുരുതരമായ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. സ്കൂൾ അധികൃതരെ അറിയിക്കാതെ തുടർച്ചയായി ക്ലാസുകൾ മുടക്കുകയോ പഠനം ഉപേക്ഷിക്കുകയോ ചെയ്താൽ ഭാവിയിൽ US വിസകൾക്കുള്ള യോഗ്യത വരെ നഷ്ടപ്പെടുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അനുവദിച്ചിട്ടുള്ള വിസ കാലാവധി കഴിഞ്ഞും വിദ്യാർത്ഥികൾ അമേരിക്കയിൽ തുടർന്നാൽ നാട് കടത്താനും ഭാവിയിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിന് സ്ഥിരമായ വിലക്കും നേരിടേണ്ടി വരുന്നേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും ഇത് ബാധകമാണ്. വിസ നിയമങ്ങൾ ലംഘിച്ചതിന് ഇതിനകം നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് നാടുകടത്തൽ നേരിടുന്നത് പോലും. വിദ്യാർത്ഥികളെ നാടുകടത്താനുള്ള തീരുമാനം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. വിസ ചട്ടങ്ങളുടെ ലംഘനത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ നാടുകടത്തുന്നത് കാലിഫോർണിയയിലെ ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞിരുന്നു. കേസ് അവസാനിക്കുന്നത് വരെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യരുതെന്ന് US ജില്ലാ ജഡ്ജി ഉത്തരവുമിട്ടിരുന്നു.